ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന, തേങ്ങയ്ക്കൊക്കെ വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് പ്രത്യേകമായിട്ടും പ്രയോജനപ്പെടുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ചേന കൊണ്ട് തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല കൊഴുത്ത ചാറോട് കൂടിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണേ. അപ്പം നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല എന്ന് 100% ഉറപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേന ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ, പച്ചമുളക്, സവാളയുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വറ്റൽമുളക്, കടുക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ പറ്റുന്ന പൊടിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അത് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. കറിക്ക് ആവശ്യത്തിന് കുറുകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് ചേർത്താൽ മതി. നമ്മൾ മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ചേനയാണ് നമ്മൾ പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് പിന്നെ ഇട്ട് കൊടുത്തത് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും, ചെറിയൊരു സവാളയുള്ളി ചെറുതായിട്ട് മുറിച്ചതും, ഒരു 3 പച്ചമുളക് നടുവേ കീറിയതും, ഒരു 5 കഷ്ണം സാമാന്യം വലിപ്പമുള്ള വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തതും, ഒരു ടൊമാറ്റോ മുറിച്ചതും, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ ഉപ്പുമാണ്. ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തത് 2 കപ്പ് വെള്ളമാണ്. അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വെള്ളം പോരായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാക്സിമം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ, അതിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പും വെള്ളവും എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 3 വിസിൽ കുക്ക് ചെയ്തെടുക്കണേ. ചിലപ്പം 4 വിസിൽ വേണ്ടി വരും കേട്ടോ. അത് ഓരോ ചേനയുടെയും ആശ്രയിച്ചിരിക്കും. ഇപ്പം ദേ ആവി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ഇട്ട് ഒരു 3 വിസിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചേന നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ദേ കണ്ടല്ലേ, നല്ല മയമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചില ചേന വേവാൻ ഭയങ്കര പാടാണ്. പിന്നെ നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ നമ്മുടെ സ്പൂണിൻ്റെ ആ ഒരു പുറകുവശം കൊണ്ട് അങ്ങ് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ എത്ര ഉടച്ചു കൊടുത്തു കഴിഞ്ഞാലും ചെറിയ തരിയായിട്ട് കാണും. അതങ്ങനെ തന്നെ കിടക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ടേസ്റ്റും. ഇപ്പം 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഇരുന്നൊന്ന് തണുക്കുമ്പോഴേക്കും നല്ല കട്ടിയാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോ 1 കപ്പോ വെള്ളം കൂടെ തിളപ്പിച്ച് മാത്രമേ ഒഴിക്കാവുള്ളേ. ഇപ്പം ഞാൻ വേറെ ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. അത് നല്ലതായിട്ട് ചൂടായി വന്നപ്പോഴേക്കും 1 ടീസ്പൂൺ കടുകും, ഒരു 4-5 വലിയ അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും, ഒരു 4-5 മീഡിയം വലുപ്പത്തിലുള്ള കൊച്ചുള്ളി ചതച്ചതും കൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു 3-4 വറ്റൽമുളകും 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് താളിച്ച് അതിൻ്റെ ഒപ്പം നമ്മൾ കറിക്കൊപ്പം ചേർക്കാനാണ് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും മീഡിയം ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനോട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ. നമ്മൾ ആ താളിച്ചെടുത്തതിൻ്റെ 1/4 ഭാഗവും കറിയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ആ ചട്ടിയിലോട്ടൊന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മുകളിലൊരു ഭംഗിക്ക് ഒഴിക്കാനായിട്ട്. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് 1 ടേബിൾ സ്പൂണും കൂടെ പച്ചവെളിച്ചെണ്ണയാണ് കേട്ടോ. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കാതെ തന്നെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കണേ. ഈ എണ്ണയും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു മണവുമാണ്. ഈ പച്ചവെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ആദ്യം താളിക്കുന്നതാണെന്നുണ്ടെങ്കിലും നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ തന്നെ വേണമെന്നില്ല. 1 ടേബിൾ സ്പൂൺ എണ്ണയിലാണെങ്കിലും അത് താളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ ചേന കൊണ്ടുള്ള ഒഴിച്ചുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്ത് പെട്ടെന്ന് ഇത് തയ്യാറാക്കാനല്ലേ. അതുപോലെ ടേസ്റ്റുമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്യാതിരിക്കില്ല കേട്ടോ. നല്ലൊരു കറിയാണ്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്